എല്ലാവർക്കും വന്ദനം. ഈ ഒരാഴ്ച മുഴുവനും പരിപാലിച്ച കർത്താവിന് സ്തോത്രം. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ എല്ലാ മണിക്കൂറിൻ്റെ 1 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ പരിശീലിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജീസസ് എവരിഡേ കാണുന്നവർക്ക് പുരോഗതി ഉണ്ടാകണം. പ്രാർത്ഥനയിൽ പുരോഗതി ഉണ്ടെങ്കിൽ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകും. ബൈബിൾ വായനയിൽ പുരോഗതി ഉണ്ടെങ്കിൽ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകും. 1 മിനിറ്റ് ഒന്ന് ബൈബിൾ വായിച്ച്, 1 മിനിറ്റ് ബൈബിൾ വായന. 1 മിനിറ്റ് കൊണ്ട് ഒരു അധ്യായമൊക്കെ വായിക്കാം. ചിലപ്പോൾ 2 മിനിറ്റ് എടുക്കും, അത്രയൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ചിന്തിക്കാം, ഒരധ്യായം എല്ലാ മണിക്കൂറിലും ഒരധ്യായം ഒന്ന് വായിക്കാനായിട്ട്, എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ച് നമുക്ക് അങ്ങനെ ഒന്ന് നമ്മെ ഒന്ന് പതുക്കെ പതുക്കെ പണിതെടുക്കാം. അതായത് ബൈബിൾ വായനയും പ്രാർത്ഥനയും ഒരു ജീവിത ശൈലിയാക്കണം. അത് മാറി ഒരു കാർപ്പറ്റിൽ പോയി ഇരുന്ന് തലയൊക്കെ ഒന്ന് ആട്ടി കാറക്കി അങ്ങനെ ഭിത്തിയിൽ ചാരി പകുതി ഉറക്കത്തിലിരുന്ന് ആ രീതി കളഞ്ഞ് ഇതൊക്കെ ഒരു ലൈഫ് സ്റ്റൈലായിട്ട് കർത്താവിനോട് നേരിട്ട് സംസാരിക്കുന്നത് പോലെ നമുക്കാകാം. മോശ ദൈവത്തോട് സംസാരിക്കുകയായിരുന്നു, അബ്രഹാം ദൈവത്തോട് സംസാരിക്കുകയായിരുന്നു. ഒരു കോൺവെർസേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും. അബ്രഹാം ദൈവത്തോട് പറഞ്ഞത്, കർത്താവേ, ഒരു 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ സോദോമിനെ നശിപ്പിക്കോ? ഇല്ല. 40 ഉണ്ടെങ്കിൽ? ഇല്ല. കർത്താവ് ക്ഷമിക്കണേ, ഞാനൊന്നുകൂടി ചോദിച്ചോട്ടെ? ചോദിക്കുക. ഒരു 30 ഉണ്ടെങ്കിൽ? അങ്ങനെ ചോദിച്ച് 10 വരെയും പറഞ്ഞു. എന്നാൽ അബ്രഹാമിൻ്റെ ഹൃദയം ദൈവത്തിന് അറിയാം. എന്താണ്? ലോത്തിനെയാണ് ഓർക്കുന്നത്. അവിടെ 10 കഴിഞ്ഞിട്ട് ഒരു നീതിമാനുണ്ടെങ്കിൽ എന്ന് ചോദിക്കാനായിട്ട് അബ്രഹാമിനൊരു പേടി തോന്നി. അപ്പോൾ പ്രാർത്ഥനയെന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. അത് കണ്ണടച്ചിരുന്ന് ഇങ്ങനെ തലയിട്ട് കറക്കുന്നതല്ല, പാതി മയക്കത്തിലിരിക്കുന്നതല്ല. അതൊരു റിയലാണ്. നേരിട്ട് ഒരു വ്യക്തിയോട് സ്നേഹിതനെ പോലെ സംസാരിക്കാൻ മോശയ്ക്കും അബ്രഹാമിനും കഴിഞ്ഞു. അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനോട് കാര്യം പറയുന്നത് പോലെ പറയാൻ, അതാണ് ഈ 1 മിനിറ്റിൻ്റെ കാര്യം. എൻ്റെ കർത്താവേ, ഇന്നിപ്പോൾ ഒരു വലിയ വിഷയമുണ്ട്, ഒരു വലിയ പ്രശ്നത്തിൻ്റെ നടുവിലാണ്. ഇതിനൊരു പരിഹാരം തന്നേക്കണം. ഞാൻ ആ വിഷയത്തിൽ ഭാരപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. ഞാനവിടെ ചെല്ലുമ്പോൾ ഒരു വാതിൽ അങ്ങ് തുറക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് നല്ല ദൈവമാണ്. അങ്ങ് കഴിഞ്ഞ നാളുകളിൽ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചതാണ്. ഞാൻ പോവുകയാണ്. അത് നമ്മുടെ ഭാഷാ ശൈലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. അല്ലാതെ ചിലരോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ സോദരം 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 വേറൊരു സ്വരം എടുത്ത് മഹാപരിശുദ്ധനും സ്തുതിക്ക് യോഗ്യനും ഓ കഴിഞ്ഞ നാളുകളിൽ നടത്തിയ വിധങ്ങൾ, ഇതൊക്കെ അങ്ങോട്ട് കളഞ്ഞിട്ട് നേരെ ധൈര്യത്തോടെ കൃപാസനത്തിലോട്ട് ചെല്ല്. നേരെ, കർത്താവേ, ഞാനൊരു കാര്യം പറയട്ടെ, ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെയോട് പറ. നമ്മുടെ വീട്ടിൽ നമ്മുടെ പിള്ളേർ വന്നുകൊണ്ട് നമ്മളോട്, ഇപ്പം എൻ്റെ മോൻ വന്നുകൊണ്ട് എന്നോട് രാവിലെ വന്നിട്ട് പറയുകയാണ്, ശ്രേഷ്ഠനും വർഷങ്ങളായിട്ട് എന്നെ പോറ്റി പുലർത്തുന്നവനുമായ പപ്പായെ ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. കഴിഞ്ഞ നാളുകളിൽ പപ്പ നടത്തിയ കാര്യങ്ങൾ, പപ്പ കഷ്ടപ്പെട്ടതോർത്താൽ, മമ്മി കഷ്ടപ്പെട്ടതോർത്താൽ, ഞങ്ങൾക്ക് വെച്ച് വിളമ്പിയതോർത്താൽ വളരെ 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 നന്ദിയുണ്ട്. എനിക്ക് ദേഷ്യം വരും. എടാ, കാര്യം പറയടാ, കാര്യം പറ. നീ എന്തോ ഉദ്ദേശത്തിലായി നിൽക്കുന്നത്, അത് പറ, അല്ലേ? ഇപ്പം നമ്മൾ ഈ കയറി അവിടെ ചെന്നുകൊണ്ട് ദൈവത്തെ കുറേ ഡയലോഗൊക്കെ അടിച്ച്, ഇതെല്ലാം അതരചർവണമെന്നാണ് പറയുന്നത്. ഇതൊക്കെ ഒരു പാരമ്പര്യ പ്രാർത്ഥന. ഇതൊന്നും മറുപടി ഒരിക്കലും കിട്ടില്ല. ഇത് കർത്താവിനെ കളിപ്പിക്കുന്ന പരിപാടിയാണ്. നേരെ കാര്യം പറയുന്നേ, വെറുതെ വളച്ചൊടിച്ച് കാര്യം നിൽക്കാതെ. അപ്പോൾ സ്തുതിക്കണ്ടേ? ആ സ്തുതിക്ക് മാറിയിരുന്ന് എപ്പോഴും അങ്ങോട്ട് സ്തുതിക്ക്. യാത്രയിലെല്ലാം താങ്ക് യു ജീസസ്, എപ്പോഴും സ്തുതിക്ക്. ഒരു സമയം കിട്ടിയ പാട്. എപ്പോഴും നമ്മുടെ വണ്ടിയിലും വീട്ടിലൊക്കെ ഒരു കൊച്ച് ശബ്ദത്തിൽ, ചെറിയ ശബ്ദത്തിൽ ഒരു വർഷിപ്പ് സോങ് ഇട്. അന്തരീക്ഷം മാറട്ടെ. ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കുമ്പോൾ ഒരു ചെറിയ ശബ്ദത്തിൽ. ഇനി നിങ്ങൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ അതിന് പറ്റിയ മ്യൂസിക്കുകളൊക്കെ ഉണ്ട്. വർഷിപ്പ് മ്യൂസിക്കുകളുണ്ട്. ഗിറ്റാറിൻ്റെ ഉണ്ട്, കീബോർഡ്,
അതുപോലെ വയലിൻ, എന്ത് മനോഹരമായ പാട്ടുകളുടെ വർഷിപ്പ് സോങ്ങിൻ്റെ മാത്രം 2, 3, 4, 5, 6 മണിക്കൂറൊക്കെ രാവിലെ തൊട്ട് 12 മണിക്കൂർ വരെ ഇടാവുന്ന, 24 മണിക്കൂർ വരെ ഇടാവുന്ന വർഷിപ്പുകളുണ്ട് സൈലൻ്റായിട്ട് നമ്മുടെ വീട്ടിൽ. അത് ഇട്ടുകൂടെ? എന്ത് രസമായിരിക്കും! നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷം വേറെ ആയിരിക്കും. എപ്പോഴും ഈ ന്യൂസ് ഇങ്ങനെ ഇട്ടിട്ട് പേടിക്കാതെ നമ്മുടെ വീടിൻ്റെ അറ്റ്മോസ്ഫിയർ തന്നെ മാറ്റും. ആദ്യ പരിശുദ്ധ സ്ഥലം പോലെയാണ്. ആ സമയത്തൊക്കെ നമ്മുടെ വർഷിപ്പ് നടക്കും. വീട്ടിലെന്ത് സമാധാനമാണെന്നറിയാം, സന്തോഷമായിരിക്കും. അതിനായിട്ട് നമ്മെ ഒരുക്കാം. ഓരോ ദിവസം കഴിയുന്തോറും നമുക്കത് പ്രാക്ടീസ് ചെയ്യാം. ജീസസ് എവരി ഡേയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഇനിയുള്ള നാളുകൾ ഇതുപോലെയുള്ള ചില ട്രെയിനിങ്ങുകൾ, ചെറിയ ചെറിയ ടിപ്സുകൾ പറഞ്ഞു തരും. അതൊത്തിരി നിങ്ങൾക്ക് വിടുതലാകും. പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. This is my desire to honor you, Lord, with all my heart I worship you. All I have within me, I give you praise. All that I adore is in you. Lord, I give you my heart, I give you my soul. I live for you, oh Lord, every breath that I take, every moment I'm awake. Lord, have your way in me. Lord, I give you my heart, I give you my soul. I live for you, oh Lord, every breath that I take, every moment I'm awake. Lord, have your way in me. Have your way. This is my desire to honor you, Lord, with all my heart I worship you. Yes. All I have within me, I give you praise. All that I adore is in you, Lord. Lord, I give you my heart, I give you my soul. I live for you alone, every breath that I take, every moment I'm awake. Lord, have your way in me. Lord, I give you my heart, I give you my soul.
നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിൽ സ്തേഫാനോസിൻ്റെ പ്രസംഗത്തിലൂടെ വീണ്ടും മുന്നോട്ട് പോകാം. 37-ാം വാക്യത്തിൽ, ദൈവം നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെപ്പോലൊരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും എന്ന് ഇസ്രായേൽ മക്കളോട് പറഞ്ഞ മോശ അവൻ തന്നെ. അപ്പോൾ സ്തേഫാനോസ് വരുന്നത് യേശുവിലോട്ടാണ്. അബ്രഹാമിൻ്റെ കഥയും ഇസഹാക്ക്, യാക്കോബ്, പിതാക്കന്മാരെല്ലാം പറഞ്ഞ് മോശയിലെത്തി. അപ്പോൾ തർക്കിക്കാൻ നിൽക്കുന്ന ഈ സ്തേഫാനോസിനോട് എതിർക്കാൻ നിൽക്കുന്ന ജനങ്ങളോട് പതുക്കെ ദൈവവചനത്തിലൂടെ ഓർഡറായിട്ട് പറഞ്ഞ്, ചരിത്രം പറഞ്ഞ് മോശയിൽ കൊണ്ടുവന്നിട്ട് പറയുകയാണ്. മോശ പറഞ്ഞു, എന്നെപ്പോലൊരു പ്രവാചകനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരും. വേറൊരു കാര്യം കൂടി അതിനകത്തുണ്ട്. അവൻ പറയുന്ന സകലത്തിലും നിങ്ങൾ അവൻ്റെ വാക്ക് കേൾക്കണമെന്നുണ്ട്. അവൻ പറയുന്ന സകലത്തിലും. അപ്പൊ യേശുവിനെ കുറിച്ച് പറഞ്ഞു, നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടില്ല. അത് അടുത്ത ഇതിൽ പറയുന്നുണ്ട്. സീനായ് മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോട് കൂടെ മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവനും നമുക്ക് തരുവാൻ ജീവനുള്ള അരുളപ്പാട് ലഭിച്ചവനും അവൻ തന്നെ. നമ്മുടെ പിതാക്കന്മാർ അവന് കീഴ്പ്പെടാൻ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞു, ഹൃദയം കൊണ്ട് മിസ്രൈമിലേക്ക് തിരിഞ്ഞു. അതുകൊണ്ട് തന്നെ മോശ പറഞ്ഞു, എൻ്റെ വാക്ക് നിങ്ങൾ കൈക്കൊണ്ടില്ല, നിങ്ങൾ എന്നെ ഹൃദയം കൊണ്ട് തള്ളിക്കളഞ്ഞു, നിങ്ങൾ എന്നെ അംഗീകരിച്ചില്ല. എന്നാൽ എന്നെപ്പോലെ വേറൊരു പ്രവാചകൻ എഴുന്നേൽക്കുന്ന കാലം വരും. നിങ്ങൾ അവൻ പറയുന്ന സകലത്തിൽ അവൻ്റെ വാക്ക് കേട്ടേക്കണം. എന്നെ നിങ്ങൾ വിട്, വേറെ ഒരുവൻ എഴുന്നേറ്റ് വരും. അവൻ എത്രയേ കർത്താവായ യേശു. മോശക്ക് അന്നേ അറിയാം ഒരുവൻ എഴുന്നേറ്റ് വരും. അവൻ പറയുന്ന സകലത്തിലും, അതായത് മോശയ്ക്ക് ഇന്ന് നമ്മോട് പറയാനൊരു സന്ദേശമുണ്ട്. യേശു കർത്താവ് പറഞ്ഞ ഒന്നും നമ്മൾ തള്ളിക്കളയരുത്. യേശു വന്നിട്ട് പറഞ്ഞു, ആകാശവും ഭൂമിയും മാറിയാലും ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയും പുള്ളിയും മാറിപ്പോകത്തില്ല, എൻ്റെ വചനങ്ങൾ മാറിപ്പോകില്ല. മോശ പറയുന്നത്, എന്നെ നിങ്ങൾ തള്ളിക്കളഞ്ഞോ, എന്നാൽ വേറൊരുവനെ തള്ളിക്കളഞ്ഞാൽ നിങ്ങൾ തള്ളപ്പെടും. എന്നെ തള്ളിക്കളഞ്ഞാൽ കുഴപ്പമില്ല, വേറൊരുവൻ വരും, അവൻ വചനമാണ്. മലയിൽ വെച്ച് കല്ലിൽ എഴുതപ്പെട്ട ആ വിരലിൻ്റെ ഉടമസ്ഥനാണ്. ഞാൻ പർവ്വതത്തിൽ നിന്ന് വചനവുമായി വന്നു, എന്നാൽ സാക്ഷാൽ വചനം ഇനി വരാൻ പോവുകയാണ്. ആ വചനം നിങ്ങൾ തള്ളിക്കളയരുത്. എന്തുകൊണ്ടാണ് ദൈവവചനത്തിന് ദൈവമക്കളുടെ ഇടയിൽ ഇത്രയും പ്രസക്തിയുള്ളത്? അതിൻ്റെ കാരണം വചനം ദൈവമാണ്. യോഹന്നാൻ 1, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു, സകലതും അവൻ മുഖാന്തരം ഉളവായി. വചന മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെയല്ല. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു. മോശ ന്യായപ്രമാണം കൊണ്ടുവന്നു, അതനുസരിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. എന്നാൽ കൃപയും സത്യവും നിറഞ്ഞവനായി കൊണ്ടുവന്നവനായി യേശു വന്നിട്ട്, അവൻ കൃപയും സത്യത്തിലും നിറഞ്ഞിട്ട് ന്യായപ്രമാണത്തെ പൂർത്തിയാക്കി. ക്രൂശിൽ വിളിച്ചു പറഞ്ഞു, സകലതും നിവർത്തിയായി. എത്ര രസമാണല്ലേ, എത്ര ആനന്ദമാണ് ദൈവവചനം കേൾക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ദൈവവചനം സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, ദൈവവചനം വായിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും ഉണ്ടാകുന്ന സന്തോഷം തേനിനേക്കാളും തേൻകട്ടയേക്കാൾ മധുരമാണ്. മധുരം നമുക്ക് വളരെ ഇഷ്ടമാണ്. നമ്മുടെ നാവിൽ പല ഭാഗങ്ങളുണ്ട്. മധുരത്തിൻ്റെ ഭാഗം, പുളിയുടെ ഭാഗം, എരിവിൻ്റെ ഭാഗം, ചവർപ്പിൻ്റെ ഭാഗം, കയ്പ് ഏറ്റവും അറ്റത്താണ്. എന്നാൽ ഏറ്റവും ആദ്യം നാവിൻ്റെ ആരംഭത്തിൽ മധുരമാണ് ദൈവം വച്ചിരിക്കുന്നത്. ടേസ്റ്റ് ബഡ്സ്.
അത് നമ്മുടെ നാവിലുണ്ട്. പുതിയ ടേസ്റ്റ് ബഡ്സുകൾ ഉണ്ടായി വരുമെന്നാണ് ഇപ്പോൾ ശാസ്ത്രം പറയുന്നത്. അതായത് നമ്മൾ ഈ മധുരത്തിന് വേണ്ടി ആർട്ടിഫിഷ്യലായിട്ട് ഉപയോഗിക്കുന്ന ഈ പഞ്ചസാരയുണ്ടല്ലോ, മഹാത്മാഗാന്ധി പറഞ്ഞ വെളുത്ത വിഷം, ഇത് നമ്മൾ ഉപേക്ഷിച്ചാൽ, അതായത് മധുരം ഇനി ഞങ്ങൾ പഞ്ചസാര ഉപയോഗിക്കുന്നില്ല. പഞ്ചസാര ഒത്തിരി കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ആർക്കും പഞ്ചസാര ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. അതൊരു അഡിക്ഷനാണ്. അപ്പം നമ്മൾ ഇന്ന് മുതൽ തീരുമാനമെടുക്കുകയാണ്, ഇന്ന് മുതൽ ഞാൻ കട്ടൻ ചായയെ കുടിക്കൂ, കട്ടൻ കാപ്പിയെ കുടിക്കൂ, അല്ലെങ്കിൽ മധുരമില്ലാത്ത കാപ്പിയും ചായയും ഉപയോഗിക്കും, മധുരമുള്ള ഒന്നും ഞാൻ ഉപയോഗിക്കില്ല എന്നൊരു തീരുമാനമെടുക്കാമോ? മിഠായികളും ബേക്കറി സംഗതികളെല്ലാം ഒഴിവാക്കാമോ? വണ്ണം കുറയും, കൊളസ്ട്രോൾ കുറയും, ശരീരം പുഷ്ടിയുള്ളതായി മാറും, ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഒരുമാതിരപ്പെട്ട പ്രശ്നങ്ങൾ മാറും. അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ ആദ്യത്തെ 1, 2, 3 ആഴ്ച നിങ്ങൾ കഷ്ടപ്പെടും, നിങ്ങൾക്ക് ഭയങ്കര അസ്വസ്ഥത തോന്നും. എന്നാൽ 3 ആഴ്ച ഒന്ന് കഴിയാമോ, നിങ്ങളുടെ നാവിൽ പുതിയ ടേസ്റ്റ് ബഡ്സ് ഉണ്ടായി വരും. പിന്നീട് നിങ്ങൾക്ക് മധുരമില്ലാത്തത് കഴിച്ചാലും ഒരു രുചി തോന്നും. അങ്ങനെയുള്ള ടേസ്റ്റ് ബഡ്സുകൾ ഉണ്ടായി വരും. നമ്മളൊരു അത്ഭുതമാണ്. ആർട്ടിഫിഷ്യൽ മധുരം ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമില്ല. ആർക്കോ വേണ്ടി ഞാനിത് പറയുകയാണ്. ആരോ എന്നെ നോക്കി പറയുന്നുണ്ട്, ഈ ജോഷി ബ്രദർ ഒരു ഡോക്ടർ ആകേണ്ടതായിരുന്നു. ആയിരിക്കാം. ഒരു പാസ്റ്ററിന് എല്ലാ റോളും എടുക്കേണ്ടി വരും. ഇതൊക്കെ ഞാൻ പഠിച്ചത്, ഞാൻ ഈ മധുരം ഉപയോഗിച്ചതിൻ്റെ ദുരന്തം ഞാൻ അനുഭവിച്ചതാണ്. എനിക്ക് ഷുഗറില്ല, എന്നാൽ മധുരം നിമിത്തം എൻ്റെ കൊളസ്ട്രോൾ ഭയങ്കരമായിട്ട് കൂടി. 530 വരെയൊക്കെ കൊളസ്ട്രോൾ വന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ട് വന്നു. എന്നാൽ ഈ മധുരം കുറക്കുമ്പോഴെല്ലാം ഭയങ്കര വ്യത്യാസമാണ്. അതൊരു നിയമമായിട്ട് ഇന്ന് ആരോടുള്ള ദൂതാണ്, ഞാൻ മുതൽ മധുരം ഉപയോഗിക്കുന്നില്ല, ആർട്ടിഫിഷ്യൽ. നിങ്ങൾക്ക് ഇടക്ക് വേണമെങ്കിൽ ഒരു കട്ടൻ ചായയിൽ കുറച്ച് ഒരു സ്പൂൺ തേൻ ഒഴിക്കാമോ? ഭയങ്കര അനുഗ്രഹം. പി ജി വർഗീസ് അങ്കിളിനെ കുറിച്ച് പി ജി വർഗീസ് അങ്കിളുടെ ഭാര്യ ലില്ലി ആൻറ്റി പറഞ്ഞൊരു കാര്യമുണ്ട്. പി ജി വർഗീസ് അങ്കിളിനെ പിഴിഞ്ഞാൽ നിറയെ തേൻ പുറത്തു വരുമെന്ന്. അത്രയും തേൻ താൻ കഴിച്ചിട്ടുണ്ട്. തേൻ ശരീരത്തിന് വളരെ നല്ലതാണ്, ഓർമ്മശക്തിക്കും ഹെൽത്തിനും വളരെ നല്ലതാണ്, തൊണ്ടയ്ക്ക് നല്ലതാണ്. ചെറുനാരങ്ങ നീരും ഒരു സ്പൂൺ തേനിൽ ചെറുനാരങ്ങ നീര് ഒരു 5-10 തുള്ളി ഒഴിച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കൂ, തൊണ്ടയ്ക്ക് നല്ലതാണ്. അതൊക്കെ ഔഷധ ഗുണങ്ങളാണ്. എന്നാൽ നല്ല തേൻ ആയിരിക്കണം. അത് നമുക്ക് പിന്നെ ചിന്തിക്കാം. നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യമൊക്കെ എന്നോട് നേരിട്ട് ചോദിച്ചാൽ മതി, അപ്പോൾ പറയാം. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങളെയൊക്കെ എനിക്ക് നേരിട്ട് കാണണമെന്ന് വലിയ ആഗ്രഹമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും സംസാരിക്കണം. കാരണം നമ്മുടെ ആയുസ്സിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി പല കാര്യങ്ങളും ജ്ഞാനത്തോടെ നമുക്ക് സംസാരിക്കാൻ കഴിയും. ദൈവവചനമാകുന്ന തേൻ, ഇത് ആസ്വദിക്കേണ്ട ഒന്നാണ്. ഇത് രുചിയുള്ളതാണ്, ഇത് ഔഷധമാണ്. അപ്പോൾ സർവ രോഗങ്ങൾ അവൻ സൗഖ്യമാക്കുന്നു എന്ന് സങ്കീർത്തനം 103 പറയുന്നു. സർവ്വരോഗങ്ങൾ, ദൈവവചനം, അവൻ നിങ്ങളുടെ സർവ്വരോഗങ്ങൾ സൗഖ്യമാണ്. നമ്മുടെ ഒരു രോഗം പോലും നമ്മൾ അനുവദിക്കരുത്, സൗഖ്യമാക്കണം. നമ്മൾ വിളിച്ചു വരുത്തുന്ന രോഗങ്ങളുണ്ട്, അനാവശ്യ ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചു. അപ്പോൾ സൗഖ്യമാകണം, ആരോഗ്യമുള്ളവരാകണം. കണ്ണു മങ്ങരുത്, ദേഹബലം ക്ഷയിക്കരുത്. മോശയുടെ ചരിത്രം പറയണം, എൻ്റെ കണ്ണു മങ്ങില്ല, ദേഹബലം ക്ഷയിക്കില്ല എന്ന് പറയണം. ഈ മോശ പറഞ്ഞത്, എന്നെ പോലെ ഒരുവൻ എഴുന്നേറ്റ് വരും, അവൻ പറയുന്ന സകലത്തിൽ നിങ്ങൾ അവൻ്റെ വാക്ക് കേൾക്കണം. അടുത്ത വാക്യം 38. സീനായ് മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോട് കൂടെ
മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവനും നമുക്ക് തരുവാൻ ജീവനുള്ള അരുളപ്പാട് ലഭിച്ചവനും ഇവൻ തന്നെ. അതായത് അവിടെ വായിക്കുന്നു, മരുഭൂമിയിലെ സഭയിലിരുന്നു. മരുഭൂമിയിലെ സഭയായിരുന്നു മോശ നയിച്ച സഭ, പഴയ നിയമസഭ. അതിൻ്റെ പൊരുളാണ് പുതിയ നിയമസഭ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എന്നാൽ അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചെന്ന് ഉദാഹരണമാണ്. അതിൻ്റെ അർത്ഥം, പഴയ നിയമസഭയിൽ ദൈവത്തിന് വിരോധമായി നിന്നപ്പോൾ എന്തെല്ലാം സംഭവിച്ചോ പുതിയ നിയമസഭയിലുള്ളവർക്കും സംഭവിക്കാം. പൗലോസ് പറയുന്നുണ്ട്, അയോഗ്യമായി കർത്തൃമേശ എടുത്താൽ ചിലർ ബലഹീനരാകുന്നു, രോഗികളാകുന്നു, നിദ്ര കൊള്ളുന്നു. അതിൻ്റെ അർത്ഥം മരിക്കുന്നു. പഴയ നിയമസഭയിലുള്ളതിൻ്റെയൊക്കെ പുതിയ നിയമ ക്രിസ്തുവിലാണ്, എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല, എന്ത് തെറ്റ് ചെയ്താൽ ശിക്ഷയുണ്ട്. ദാവീദിനെ ദൈവം ശിക്ഷിച്ചു. പല രാജാക്കന്മാരെ ദൈവം ശിക്ഷിച്ചു. അപ്പൊ അവർ പറഞ്ഞു, കർത്താവേ എന്നോട് ക്ഷമിക്കണം, നിന്റെ കാലത്ത് ഞാൻ അനുവദിക്കില്ലെന്ന്, എൻ്റെ പിള്ളേരുടെ കാലത്ത് ഞാനത് ചെയ്യും. ബൈബിൾ വായിക്കുമ്പോഴറിയാം, ദൈവം നീതിമാനായതുകൊണ്ട് ശിക്ഷിക്കാതെ നിവൃത്തിയില്ല. ക്രിസ്തുവേശുവിൽ ഒരു ശിക്ഷാവിധിയും ഇല്ല, എന്നാൽ അറിഞ്ഞ് ചെയ്യുന്നതിനെല്ലാം ശിക്ഷയുണ്ട്. അതുകൊണ്ട് ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ഓരോ ദിവസവും മുന്നോട്ട് പോകണം. ഏതെങ്കിലും ഒരു മണിക്കൂറിൻ്റെ 1 മിനിറ്റ്, കർത്താവ് ഇന്ന് ഞാൻ ചെയ്തതും ചിന്തിച്ചതും എല്ലാ തെറ്റുകളും എന്നോട് ക്ഷമിക്കണേ, ഏറ്റുപറയണം. പ്രാർത്ഥന, ഏറ്റുപറച്ചിൽ, സ്തുതി, എല്ലാ മണിക്കൂറിലും ഓരോ മിനിറ്റ് മുന്നോട്ട് കൊണ്ടുപോകും. ലൈഫ് ചേഞ്ച് ആകും. എന്തോ ഈ ദിവസങ്ങൾ ഇത് തന്നെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ജീസസ് എവരിഡേ കേൾക്കുന്നവർ ഒരു വലിയ ആത്മീക വളർച്ചയിലേക്ക് കുതിക്കും. കർത്താവ് അതിനുള്ള കൃപ ഓരോരുത്തർക്കും തരട്ടെ. അപ്പോൾ സീനായി മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവനും നമുക്ക് തരുവാൻ ജീവനുള്ള അരുളപ്പാട് ലഭിച്ചവനും ഇവൻ തന്നെ. മോശയെക്കുറിച്ച് പറയും. അപ്പോൾ ദൂതനോടുകൂടെ ഇരുന്നെന്നാ പറയുന്നത്. അല്ലാതെ ഒരു 2 മണിക്കൂറത്തേക്ക് മുൾപ്പടർപ്പിൽ ഇറങ്ങി വന്ന ദൂതനോട് സംസാരിച്ച് നിർത്തിയില്ല. മോശയുടെ ജീവിതകാലം മുഴുവനും പിന്നീട് ആ ദൂതന്റെ കൂടെ സഞ്ചരിച്ചു. ആ ദൂതൻ മോശയോട് കൂടെ ഉണ്ടായിരുന്നു. ഒരു ദൂതൻ നിന്റെ അടുക്കൽ വന്നാൽ പിന്നെ നിന്റെ ജീവിതകാലം മുഴുവൻ ആ ദൂതനെ നമ്മെ ദൈവം ഏൽപ്പിച്ചു തരികയാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കാര്യങ്ങൾ. അതൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാം. നമുക്ക് ഈ ആഴ്ച തന്ന ദൈവത്തിന് നന്ദി പറയാം, പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ജീവിതവും ഇതുപോലെ ധന്യമാകാൻ, ശ്രേഷ്ഠമാകാൻ, ദൈവവചനത്താൽ നിറയുവാൻ, തേനിനേക്കാൾ തേൻകട്ടയേക്കാൾ മധുരമുള്ള ദൈവവചനത്തിൻ്റെ ആ നിറവിൽ ജീവിപ്പാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഇത് കേൾക്കുന്നവരെല്ലാം വചനത്താൽ നിറയട്ടെ. വചനമയച്ച് സൗഖ്യമാക്കുന്ന കർത്താവിൻ്റെ കൈകളിൽ ഓരോ വ്യക്തികളെയും ഏൽപ്പിക്കും. സൗഖ്യമാകട്ടെ, വിടുതലുണ്ടാകട്ടെ, ബലമുണ്ടാകട്ടെ. ഓരോ വീടുകളിലും അത്ഭുതങ്ങൾ നടക്കട്ടെ. അമ്മമാരുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ജീവനും ചൈതന്യവും ഉണ്ടാകട്ടെ. വളരുന്ന കുഞ്ഞുങ്ങൾ ശക്തിയോടെ, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു എന്ന് വായിക്കും പോലെ എഴുന്നേറ്റ് വരട്ടെ. ആയുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ. ദൈവം ഏൽപ്പിച്ച വേലകൾ ചെയ്യാനുള്ള കൃപയുണ്ടാകട്ടെ. ബിസിനസ്, ജോലി, വിദ്യാഭ്യാസം എല്ലാം, കുടുംബ ജീവിതമെല്ലാം അഭിവൃദ്ധിപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. ഈ ആഴ്ച ജയമാക്കിയ ദൈവത്തിൽ അടിയുറച്ച് നമുക്ക് വിശ്വസിക്കാം. നാളെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭായോഗം പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ചുകൊണ്ട് വരിക. രാവിലെ 8 മണിക്കാണ്. നിങ്ങളെ നേരിട്ട് കാണാനും ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ആഗ്രഹിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തിങ്കളാഴ്ച വീണ്ടും ജീസസ് എവരിഡേ തുടരുന്നതാണ്. കൂടുതൽ കാര്യം പഠിക്കുവാൻ നമുക്ക് ഒരുമിച്ച് ഒരുങ്ങാം. ജീസസ് എവരിഡേ മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. ഈ കൂട്ടായ്മയുടെ ഒരു ഭാഗമായി തീരുവാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവിധ കൈത്താങ്ങലും ആവശ്യമാണ്. പ്രാർത്ഥനയിൽ ഓർക്കാം. ഗോഡ് ബ്ലസ് യു.